അടുത്തൊരു മുൻപിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഇവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. അങ്ങനെ അലീനെ വീട്ടിലെത്തി റൂമിൽ വന്ന് കയറുമ്പോൾ ബാഗ് എടുത്ത് നോക്കുമ്പോൾ തൻ്റെ ഡ്രസ്സെല്ലാം കീറിയിട്ടുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അലീന അകപ്പാടെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇതാരാ കീറിയെന്ന് അറിയത്തില്ലല്ലോ, അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് തൻ്റെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് അലീന തുടങ്ങുകയാണ്. മുറ്റമൊക്കെ തൂത്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണമോള് വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, ചേച്ചി എപ്പം വന്ന്? ഞാൻ ഉച്ചയ്ക്ക് വന്ന്. മോളെ, എൻ്റെ ബാഗിൽ നിന്ന് ഡ്രസ്സൊക്കെ ആരാണ് വലിച്ചെറിയെന്ന് അറിയാവോ? അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ നോക്കട്ടെ ചേച്ചി എന്നും പറഞ്ഞ് മുറിയിൽ ചെന്ന് ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുമ്പോൾ എല്ലാം കീറിപ്പറിച്ച് വെച്ചേക്കുവാണ്. അപ്പോഴത്തേക്ക് കൃഷ്ണമോൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ചെയ്തത് ബബിത ചേച്ചി ആയിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോൾ വന്നിട്ട് ബബിത എടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചിയാണ് ഡ്രസ്സ് മൊത്തം കീറി വെച്ചേക്കുന്നത് അലീന ചേച്ചിയുടെ? ബബിത പറയാണ്, ഞാനെന്തിനാ അവളുടെ ഡ്രസ്സ് കീറുന്നത്? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അല്ല, വേറെ ആരും കീറത്തില്ല. എന്തായാലും ഞാൻ കീറിയിട്ടില്ല. പിന്നെ വേറെ ആരാ? അച്ഛനോ? ചോദിച്ചിട്ട് എന്തായാലും അത് ചെയ്യുമെന്ന് തോന്നില്ല. പിന്നെ ഉള്ളത് ബബിത ചേച്ചിയാണ്. ബബിത ചേച്ചി ചെയ്തോന്നാണ് ചോദിച്ചത്. ചെയ്ത്. ഇപ്പം എന്താ വേണം? അവളുടെ ഡ്രസ്സെല്ലാം കീറി കത്രി വെച്ച് കണ്ടിച്ച് കളഞ്ഞു. ബാക്കി ഉള്ള ഡ്രസ്സും കൂടെ കണ്ടിച്ച് കളയും. പിന്നെ അവളുടെ മുടിയുണ്ടല്ലോ, അത് കണ്ടിച്ച് കളയും. ഇപ്പം എന്താ, നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. കൃഷ്ണമോൾ ചോദിക്കുകയാണ്, ചേച്ചിക്ക് നാണമില്ലേ ഇങ്ങനെ അലീന ചേച്ചിയുടെ പുറകെ നടന്ന് ദ്രോഹിക്കാൻ? അപ്പം ബബിത പറയുകയാണ്, അവളെ ഞാൻ ദ്രോഹിച്ച് ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓട്ടിക്കും, അതിന് വേണ്ടുന്ന എല്ലാം ഞാൻ ചെയ്യും എന്ന് പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയുകയാണ്, അത് ചേച്ചി വിചാരിക്കേണ്ട, അതൊരിക്കലും നടക്കുമെന്ന് വിചാരിക്കേണ്ട. ചേച്ചി പോയാൽ അലീന ചേച്ചി ഈ വീട്ടിൽ തന്നെ കാണും. അപ്പോഴത്തേക്ക് ബബിതയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അച്ഛൻ അറിഞ്ഞാൽ എന്ത് സംഭവിക്കാമെന്ന് അറിയാമോ? ബബിത പറയാണ്, അച്ഛൻ അറിഞ്ഞാൽ എന്താ സംഭവിക്കാനാ? അച്ഛൻ വഴക്ക് പറയും. അതിൽ കൂടുതലൊന്നും സംഭവിക്കത്തില്ലല്ലേ. എന്നാലും ഞാൻ അവളെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് ബബിത പറയാണ്. അപ്പോഴത്തേക്ക് അലീന അങ്ങോട്ട് വരികയാണ്. എന്താ മോളെ? അല്ല, ചേച്ചിയുടെ ഡ്രസ്സ് കട്ട് ചെയ്ത് ആരാന്ന് കണ്ടുപിടിച്ച്. ഈ ബബിത ചേച്ചിയാ. ബബിതയോ? ബബിത ചേച്ചിയാ കട്ട് ചെയ്ത് കളഞ്ഞത്. അലീന ചെന്ന് ബബിത എടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് ഇത്രയും ദേഷ്യമോ? എനിക്ക് നിന്നോട് അത്രയ്ക്ക് ദേഷ്യമാണ്. നിന്നെ കണ്ടിടം തൊട്ടേ എൻ്റെ അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യം പോലെ തന്നെ എനിക്ക് ദേഷ്യമുണ്ടെന്ന് ബബിത പറയുകയാണ്. നീ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകണം, അതാ എനിക്ക് വേണ്ടുന്നതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് അലീന പറയാണ്, ഒരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് അവസാനം ഞാൻ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയാണ്. പിന്നെ നിൻ്റെ പുറകെ നടന്ന് നിൻ്റെ കാല് പിടിച്ചിട്ട് എൻ്റെ ജീവിതം അങ്ങനെ രക്ഷപ്പെടേണ്ട. എൻ്റെ ജീവിതം ഏത് പടുകുഴി വീണാലും നിൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ബബിത അഹങ്കാരം പറയാണ്. കൃഷ്ണമോള് പറയാണ്, ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒരിക്കലും ബബിത ചേച്ചി ആവുമെന്ന് വിചാരിക്കണ്ട. പിന്നെ ചേച്ചിയുടെ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവത്തില്ല എന്ന് കൃഷ്ണമോള് പറയാണ്. അപ്പോഴത്തേക്ക് അലീന പറയാണ്, നിന്നെ ഞാൻ ഒരിക്കലും ദ്രോഹിച്ചിട്ടില്ല. പിന്നെ നിനക്കെന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യമെന്ന് അലീന ചോദിക്കുകയാണ്. ആര് പറഞ്ഞു നീ എന്നെ ദ്രോഹിച്ചിട്ടില്ലെന്ന്? നീ വന്നതിന് ശേഷമാണ് എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ നീയാണ് കാരണം എന്ന് ബബിത പറയുകയാണ്. പിന്നെ നിൻ്റെ ഭരണമൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറയണം. അപ്പോൾ അലീന പറയാണ്, നിൻ്റെ സ്വഭാവം വെച്ച് നീ ഏത് പടുകുഴിയിലും ചെന്ന് ചാടും എന്ന് ബബിത അടുത്ത് പറയാണ്. അപ്പം ബബിത പറയാണ്, ഞാൻ ഏത് പടുകുഴി വീണ് എൻ്റെ ജീവൻ നശിച്ചാലും എനിക്ക് നിൻ്റെ സഹായം വേണ്ട, അതിനൊക്കെ വല്ലത് ആത്മഹത്യ ചെയ്യുന്നയാ എന്നൊക്കെ ബബിതയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെ അലീനയോട് പറഞ്ഞ് എന്നിട്ട് ബബിത അങ്ങ് പോവുകയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, ചേച്ചി ഈ ബബിത ചേച്ചിയെടുത്ത് എത്ര പറഞ്ഞാലും ഒരു കാര്യമില്ല. അലീന പറയാണ്, ബബിതയുടെ പോക്ക് അത്ര ശരിയുള്ളതൊന്നുമല്ല. അതെന്ത് പറ്റി ചേച്ചി, എന്താ കാര്യമെന്ന് കൃഷ്ണമോള് ചോദിക്കുകയാണ്. അത് ബബിതയ്ക്കൊരു അഫെയറുണ്ട്. പക്ഷേ അവൻ ഇവളോട് കാണിക്കുന്ന ആ സ്നേഹം സീരിയസ് ആണെന്ന് തോന്നുന്നില്ല. ഇവളെ മിസ്യൂസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അലീന പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുകയാണ്, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അല്ല, എനിക്കങ്ങനെ തോന്നി. കൃഷ്ണമോള് പറയാണ്, എന്തെങ്കിലും കാര്യമില്ല ചേച്ചി പറയത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അലീന പറയാണ്, അത് അവളുടെ പോക്ക് അത്ര ശരിയല്ല. അത് മിക്കവാറും അച്ഛൻ്റെ അടുത്ത് പറയേണ്ട വരും എന്ന് അലീന കൃഷ്ണമോളുടെ അടുത്ത് പറയുകയാണ്. ഇന്ന് രാവിലെ ചേച്ചി അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഉഡായിപ്പിന് വേണ്ടിയാണ് ബബിത ചേച്ചി വീട്ടിൽ നിന്നതെന്ന് എനിക്ക് തോന്നി. പക്ഷേ കാര്യം എന്താണെന്നറിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് കൃഷ്ണമോള് പറയാണ്. അപ്പോൾ അലീന പറയാണ്, എന്തായാലും അവളെ ഒന്ന് ശ്രദ്ധിക്കണം, അവളുടെ പോക്ക് അത്ര ശരിയല്ല, അവൾ ഏതോ ചതിയിൽ വീഴാൻ പോകുന്നത് പോലെ തോന്നുന്നു എന്ന് അലീന പറയുകയാണ്. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ വരുമ്പം തന്നെ നമ്മുടെ കൃഷ്ണമോള് ഈ ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് വന്ന് ബാലേന്ദ്രൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്താ മോളെ ഇതൊക്കെ അലീന ചേച്ചിയുടെ ഡ്രസ്സാണ്, എന്തിനാ നീ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന്? അതൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ ഡ്രസ്സും എടുത്ത് കാണിക്കുകയാണ് ബാലേന്ദ്രനെ. ഇതെന്താ മോളെ, ഇത് ആരാ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? ഈ ഡ്രസ്സൊക്കെ ആരാ വലിച്ചു കീറിയതെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാ ഡ്രസ്സും ഇങ്ങനെ തന്നെ ആണല്ലോ ചെയ്തു വെച്ചേക്കുന്നത്, ആരാ ഈ ക്രൂരത കാണിച്ചേ എന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. അതെ, ബബിത ചേച്ചിയാണ് അലീന ചേച്ചിയുടെ ഡ്രസ്സെല്ലാം കീറിക്കളഞ്ഞത്. ബബിതയോ? അത് തന്നെ. അതെന്തിനാ അവളങ്ങനെ ചെയ്തത്? ഈ ഡ്രസ്സൊക്കെ
ആവശ്യമില്ലാതെ നശിപ്പിക്കാൻ പാടുണ്ടോ, അവളെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം കൃഷ്ണമോള് പറയാണ് അത് അലീന ചേച്ചിയോടുള്ള ദേഷ്യം തീർത്തതാണെന്ന് പറയാണ്. അപ്പം ബബിതയെ ഇങ്ങ് വിളിക്കാൻ പറയാണ്. അങ്ങനെ ബബിതയെ വിളിച്ചുകൊണ്ട് വരികയാണ് കൃഷ്ണമോൾ. നീയാണോ ഇതൊക്കെ ചെയ്തേ എന്ന് ചോദിക്കുകയാണ്. ആണെങ്കിൽ ആണെന്ന് മാത്രം ഉത്തരം തന്നാൽ മതിയെന്ന് പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ബബിത പറയാണ് ഞാനാണ് ചെയ്തതെന്ന് പറയാണ്. എന്തിനാണ് അലീനയുടെ മുറിയിൽ കയറി അലീനയുടെ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നത് എനിക്ക് അവളിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ബാലേന്ദ്രൻ ചോദിക്കുകയാണ് നിനക്ക് ഇഷ്ടമില്ലാത്തവരുടെ എല്ലാ ഡ്രസ്സ് നീ ഇതുപോലെ എടുത്ത് കട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബബിത ഒന്നും മിണ്ടായിരിക്കുകയാണ്. അതിന് ഉത്തരം എന്താ, നീ ആണെങ്കിൽ നിനക്ക് ഇഷ്ടമില്ലാത്തവരുടെ എല്ലാ ഡ്രസ്സും കട്ട് ചെയ്ത് അവരെ ഇവിടുന്ന് ഓടിക്കാൻ എന്ത് പരിപാടിയും കാണിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത ഒന്നും മിണ്ട കുനിഞ്ഞിരിക്കുകയാണ്. ഈ വീട്ടിൽ എൻ്റെ മകളായിട്ട് നിനക്ക് കഴിയണമെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. നീ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്ന് നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വിഷമം വരുന്നുണ്ട്. എനിക്ക് നിന്നെ പോലെ തന്നെയാണ് അലീനയും, കേട്ടല്ലോ, അതുകൊണ്ട് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ക്ഷമിക്കത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബബിതയ്ക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. എന്നാലും ബാലേന്ദ്രൻ്റെ നല്ല വഴക്ക് ബബിതയ്ക്ക് കിട്ടുന്നുണ്ട്. എന്നാലും ബബിതയുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല.